ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTC കേന്ദ്രമായ മൂവാറ്റുപുഴ ഡിപ്പോയിൽ ജീവനക്കാരുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഡിപ്പോയിൽ നിലവിൽ 32 കണ്ടക്ടർമാരുടെ കുറവാണുള്ളത്. പല ജീവനക്കാരും വിശ്രമം പോലുമില്ലാതെ അധിക ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTC കേന്ദ്രമായ മൂവാറ്റുപുഴ ഡിപ്പോയിൽ ജീവനക്കാരുടെ കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഡിപ്പോയിൽ നിലവിൽ 32 കണ്ടക്ടർമാരുടെ കുറവാണുള്ളത്. ഇതേ തുടർന്ന് സർവീസുകൾ മുടങ്ങാതിരിക്കാൻ നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് ഓവർ ഡ്യൂട്ടി ചെയ്യിപ്പിക്കേണ്ട സാഹചര്യമാണ്. മതിയായ വിശ്രമം പോലുമില്ലാതെയാണ് പല കണ്ടക്ടർമാരും ഇപ്പോൾ ജോലി ചെയ്യുന്നത്. കോവിഡിന് മുൻപ് 87 സർവീസുകൾ വരെ ഉണ്ടായിരുന്ന മൂവാറ്റുപുഴ ഡിപ്പോയിൽ ഇപ്പോൾ അത് 57 ചുരുങ്ങിയിരിക്കുകയാണ്. ഈ സർവീസുകളിൽ പലതും ജീവനക്കാരുടെ കുറവ് മൂലം മുടങ്ങുന്ന സ്ഥിതിയുമുണ്ട്. മൂവാറ്റുപുഴ എറണാകുളം ദേശസാൽകൃത റൂട്ടിലെ KSRTC സർവീസുകളാണ് ഇപ്പോൾ പലപ്പോഴും വെട്ടിച്ചുരുക്കുന്നത്. KSRTC ബസ്സുകൾക്ക് മാത്രം സർവീസ് നടത്താൻ അനുമതിയുള്ള ഈ റൂട്ടിൽ ആവശ്യത്തിന് സർവീസുകൾ ഇല്ലാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്. ഓഫീസ്, കോളേജ് സമയമായ രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 7 വരെയും യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ്. നിലവിൽ പ്രിയദർശിനി സൗജന്യ സ്ത്രീയാത്രാ സർവീസുകൾ മുടങ്ങാതിരിക്കാനാണ് ഡിപ്പോ അധികൃതർ കൂടുതൽ ശ്രദ്ധ നൽകുന്നത്. ഈ സർവീസുകൾ മുടങ്ങിയാൽ വലിയ രീതിയിലുള്ള ജനവികാരവും ആരോപണങ്ങളും ഉയരുമെന്ന ഭയത്താലാണ് മറ്റ് സർവീസുകൾ റദ്ദാക്കിയാലും ഓർഡിനറി സർവീസുകൾക്കായി ജീവനക്കാരെ നിയോഗിക്കുന്നത്. MC റോഡ്, കൊച്ചി ധനുഷ്കോടി റോഡ്, മൂവാറ്റുപുഴ പുനലൂർ ഹൈവേ എന്നിവ സംഗമിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് മൂവാറ്റുപുഴ. സർവീസുകൾ കൃത്യമായി നടത്തിയാൽ KSRTCക്ക് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഡിപ്പോകളിൽ ഒന്നുകൂടിയാണിത്. യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം കാണാൻ ആവശ്യത്തിന് ജീവനക്കാരെ കൂടി ഡിപ്പോയിലേക്ക് അനുവദിക്കണമെന്നതാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ആവശ്യം. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.